നമസ്കാരം. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം രാജിവെച്ച് സ്വന്തം നാട്ടിലേക്ക് KSRTC ബസ് പിടിക്കാൻ കയ്യിൽ പണമില്ലാതെ ബേബി ജോൺ എന്ന സുഹൃത്തിനെ കാത്തുനിന്ന ഫക്കീറായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. CH മുഹമ്മദ് കോയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആളുകൾക്കിടയിൽ കയറി ചെന്ന് സുഹൃത്തായ ബേബി ജോണിനോട് കടം ചോദിക്കാൻ ഒരു പ്രയാസം. അതുകൊണ്ടാണ് മന്ത്രിമന്ദിരത്തിലെ തിരക്കൊഴിയുന്നതിനു വേണ്ടി അദ്ദേഹം കാത്തുനിന്നത്. അവസാനം ബേബി ജോൺ 500 രൂപ 500ന്റെ നോട്ട് CH മുഹമ്മദ് കോയയുടെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു. ആ പണം കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് വണ്ടി കയറിയ ഒരു കഥ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള ചില കുറിപ്പുകളൊക്കെ ചില സമയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. CH മുഹമ്മദ് കോയയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഇന്നും ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ആ കുറിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തായാലും ഫക്കീറായ ആ ഉപ്പയുടെ മകനും ഫക്കീറാണ്. അദ്ദേഹത്തിന്റെ കൈ ശുദ്ധമാണ്. ഏത് കാലത്താണ് എന്ന് ആലോചിക്കണം. അടുപ്പിൽ തീ പുകയ്ക്കാൻ പോലും മാർഗമില്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു കാലത്ത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ചില നേതാക്കൾ അവരിന്ന് കോടീശ്വരന്മാരാണ്. അവർക്ക് കോടികളുടെ ആസ്തിയുണ്ട്. ഭാര്യയുടെ പേരിൽ ഒരുപാട് സമ്പത്തുണ്ട്, മകളുടെ പേരിൽ സമ്പത്തുണ്ട്, മരുമകന്റെ പേരിലും സമ്പത്തുണ്ട്. പുതിയ പുതിയ ബിസിനസ്സുകൾ അവർ തുടങ്ങിയിട്ടുണ്ട്. ചില സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് കോടിക്കണക്കിന് രൂപ കൊള്ള നടത്തിയതുമായി ബന്ധപ്പെട്ട് അവർ ആരോപണ വിധേയരാണ്. അവരെ ഇവിടെ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസി പ്രതി ചേർത്തിട്ടുണ്ട്, കുറ്റപത്രം സമർപ്പിച്ചു. എന്തായാലും ആരോപണങ്ങളും കേസുകളും ഒക്കെ അവർക്കെതിരെ ഉയർന്നു വരുമ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ അവർ പൊതുജനമധ്യത്തിൽ ഇറങ്ങി നടന്ന് വീണ്ടും ജനവിധി തേടുന്ന ഒരു കാലത്താണ് ഫക്കീറായ ഒരു ഉപ്പയുടെ മകൻ, അതിനേക്കാൾ ഫക്കീറായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ബാങ്ക് ലോൺ പോലും അടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ. എന്തായാലും ഇവിടെ MK മുനീർ സാഹിബിനോടുള്ള, അല്ലെങ്കിൽ CH മുഹമ്മദ് കോയയോടുള്ള ആ കടപ്പാട് അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ മുനീർ സാഹിബിന്റെ പാർട്ടി നിറവേറ്റിയിരിക്കുന്നു. 49 ലക്ഷം രൂപയാണ് ഇവിടെ കോഴിക്കോട് ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ അടക്കാനുണ്ടായിരുന്നത്. ആ പണം അടയ്ക്കുമെന്നുള്ള വാർത്ത ഇന്നലെ വന്നെങ്കിൽ ഇന്ന് ആ പണം മുഴുവനായും അടച്ചു തീർത്തു. അദ്ദേഹത്തിന്റെ വീട് ജപ്തി ചെയ്യില്ല, ആ വീടിന്റെ ആധാരം മറ്റു രേഖകളൊക്കെ അവർക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്ന സമയത്ത് MK മുനീർ സാഹിബ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളോട് അദ്ദേഹം പാർട്ടി ആ കടം ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ വിളിച്ചിരുന്നു. അവരത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് പാർട്ടിയുടെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണ്. ഞാൻ പഴയ വീട് വിറ്റ് ലോൺ അടക്കാൻ ശ്രമിച്ചു, പക്ഷെ അവിടം കൊണ്ടൊന്നും നിന്നില്ല. ഇപ്പോൾ വീണ്ടും പലിശ കൂടി ജപ്തിയുടെ വക്കിലെത്തി. ഇത് പാർട്ടിയുടെ കുഴപ്പമല്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല, പാർട്ടിയോട് പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പറയാതിരുന്നത്. എന്തായാലും ജപ്തി നോട്ടീസൊക്കെ കൈപ്പറ്റിയ സമയത്ത്, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിച്ച സമയത്ത് ഇത് മറ്റാരോ പുറത്തുവിട്ടതാണ്, അല്ലെങ്കിൽ ഇത് പാർട്ടിയോട് ഒരിക്കലും പറയുമായിരുന്നില്ല, മറ്റുള്ള ആളുകളെ അറിയിക്കുമായിരുന്നില്ല എന്നാണ് MK മുനീർ സാഹിബിന്റെ ഒരു പ്രതികരണം. അദ്ദേഹത്തിന്റെ ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പെട്ടുപോയി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ആ സംസാരം കണ്ടപ്പോൾ കണ്ണുകൾ ഈറനണിഞ്ഞുപോയി. ആരാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം. മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. സംസ്ഥാനത്ത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ദീർഘകാലം MLA ആയിരുന്ന വ്യക്തിയാണ്. ഒരു ഡോക്ടറാണ്. അതിലുപരി ഒരു കലാകാരനാണ്. ഏവരും ഇഷ്ടപ്പെടുന്ന 4-5 ഫോൺ കോൾ ചെയ്താൽ, അല്ലെങ്കിൽ ആരെയെങ്കിലും അദ്ദേഹം ഒന്ന് സമീപിച്ചാൽ അദ്ദേഹത്തിന് ഈ പണം ഉണ്ടാക്കാൻ യാതൊരുവിധ പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല. അത്തരത്തിലൊരു മനുഷ്യനാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിവൃത്തികേട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. അത് മറ്റുള്ള ആളുകളോട് തുറന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക പ്രയാസം അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. എന്തായാലും MK മുനീർ സാഹിബ്, നിങ്ങൾ ഈ മലയാളികളെ മൊത്തത്തിൽ കരയിച്ചു കളഞ്ഞു. രാഷ്ട്രീയമൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ ഒരുപാട് അദ്ദേഹത്തിന്റെ എതിർച്ചേരിയിലുള്ള ആളുകൾ അദ്ദേഹത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മന്ത്രി, മുൻ മന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ, നിലവിൽ MLA ആയിട്ടുള്ള മനുഷ്യൻ ഇത്തരമൊരു അവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നോ? വല്ലാത്ത അവസ്ഥ തന്നെ എന്ന് ഒരുപാട് ആളുകൾ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കടുത്ത വിരോധം, രാഷ്ട്രീയമായി കടുത്ത വിയോജിപ്പുള്ള ആളുകൾ പോലും മുനീർ സാഹിബിനെ അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒരിക്കൽ കൂടെ ഇവിടെ ഒരു കാര്യം എടുത്തു പറയുകയാണ്. ഏത് കാലത്താണ് ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നത്? അതായത്
കോടികളുടെ ആസ്തിയുള്ള രാഷ്ട്രീയക്കാരിവിടെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും അവർ അനുവദനീയമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതല്ല. നിരപരാധികളെ കേസിൽ കുടുക്കുകയും അതുപോലെ തന്നെ കൊടും ക്രിമിനലുകളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ ഭാഗമായും അവർ കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവൻ, അത്താഴപ്പട്ടിണിക്കാരൻ ഇവിടെ ചെറിയ സഹകരണ ബാങ്കുകളിൽ വലിയ പ്രതീക്ഷയോടുകൂടി അവർ നിക്ഷേപിച്ച നാണയത്തൊട്ടുകൾ പോലും അടിച്ചുമാറ്റി കോടികൾ സമ്പാദിച്ച, അല്ലെങ്കിൽ കോടികൾ സമ്പാദിക്കുന്നവർക്ക് വേണ്ടി കൂട്ടുനിന്ന രാഷ്ട്രീയക്കാർ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത്, അവർ വീണ്ടും ജനവിധി തേടുന്ന ഒരു കാലത്താണ് ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ മുനീർ സാഹിബിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു കാലത്ത് കേരളത്തിൽ എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞല്ലോ, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. കൂടുതലൊന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നില്ല.